ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു യെറ്റ് അനദർ നട്ടപ്പാതിര വീഡിയോ. വിഷയം ഷാലു പയ്യാടിൻ്റെ വീടാണ്. രാവിലെ മുതൽ കുറേ പേര് എനിക്കിത് അയച്ചു തരുന്നുണ്ട്. ഷാലു പയ്യാട് വീട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ഇറ്റ്. ഞാൻ എടുത്തു നോക്കി, ഇങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. വീട് റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത വീടിനാണോ ഇനി സീന്, എന്താ വിഷയം എന്നറിയാൻ പാടില്ലല്ലോ. ചാരിറ്റി ചെയ്യുന്നവരെപ്പോഴാണ് ഏറെ പോവുക. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ സ്വന്തം വീടിൻ്റെയാണ് വിഷയം വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമാണ്. അപ്പോൾ ഐ എം ഇൻട്രസ്റ്റഡ്. വൈ? ബിക്കോസ് ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് പോയി നോക്കുമ്പോൾ ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതേ ലൈഫ് മിഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് സ്വർണ്ണമച്ചായൻ്റെ ചാരിറ്റി വീട് കൊടുപ്പ് ഞാൻ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ സ്വർണ്ണമച്ചായനോട് ചോദിച്ച ചോദ്യത്തിന് അയാൾ ഉത്തരം നിന്നിട്ടില്ല. ഓക്കെ, അയാൾ വെച്ചു കൊടുത്ത വീടുകൾ എത്ര എണ്ണമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീട്, അതോ അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടല്ലാത്ത വീടുകൾ സ്വന്തമായ നിലയ്ക്ക് സ്ഥലം വാങ്ങി അതിൽ തറ കെട്ടി വീട് വെച്ച് അയാൾ സ്വന്തമായി വെച്ചു കൊടുത്തതാണോ? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. സെയിം സ്കീം ഈ ലൈഫ് മിഷൻ ഞാൻ ഇനി എടുത്തെടുത്ത് പറയുന്നു. ഈ ഇലക്ഷൻ്റെ സമയത്ത് UDFനോ BJPക്കോ ഇനി ആർക്ക് വേണമെങ്കിലും തിരിച്ച് വലിയൊരു മൂർച്ചയുള്ള ആയുധമായിട്ട് LDFനെതിരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്കൊരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റേ പകൽ വെളിച്ചം പോലെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതിന് വേറെ റോക്കറ്റ് സയൻസ് എടുത്തു വെച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഫോർമുല ഉണ്ടാക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയ വീടുകൾ എങ്ങനെ, ആരുടെയൊക്കെ സഹായത്തിലാണ് കംപ്ലീറ്റ് ആയത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ്റിന് പോവോ, കംപ്ലീറ്റ് ആക്കാൻ കാശ് കൊടുത്ത ആളുകളിലേക്ക് പോവും? ക്രെഡിറ്റ് ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇലക്ഷൻ്റെ സമയത്ത് LDF ഗവൺമെൻറ് അവരുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും പോസ്റ്റർ അടിച്ച് വെച്ചിട്ടുള്ള ലൈഫ് മിഷനിൽ ഇത്ര ലക്ഷം വീട് ഇത്ര പേർക്ക് കൊടുത്തു. കമോൺ, അതെങ്ങനെ സാധിക്കും? അത് അവരുടെ ഈ 4 ലക്ഷത്തിന് മാത്രം തീർന്നു പോണതാണോ വീട്? ചിലർ ലോൺ എടുക്കും, സ്വർണം പണയം വയ്ക്കും, വണ്ടി പണയത്തിൽ വയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നന്മമരം ചാരിറ്റി മരത്തിൻ്റെ മുന്നിൽ പോയി അവരുടെ അവസ്ഥ പറഞ്ഞ് കരഞ്ഞ് വിറ്റ് അതിന്ന് ആ നന്മമരം കൊടുക്കുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യും? വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യും. അപ്പം അതെങ്ങനെ സർക്കാരിന് കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റും? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ഞാൻ ആ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെരി അൺഫോർച്ചുനേറ്റ്ലി ആ ചോദ്യം ആരും ഏറ്റെടുത്തില്ല. ഷാലു പയ്യാൻ്റെ വിഷയം വരുമ്പോഴും ഇതേ വിഷയമാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിച്ച വീടിൻ്റെ ക്രെഡിറ്റ് ആർക്ക്? സർക്കാരിനാണോ? പണി പൂർത്തിയാക്കാൻ വേണ്ടി കാശ് ലോൺ എടുത്ത ഷാലു പയ്യാടിനാണോ? അതോ MLAക്കാണോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഷാലു പയ്യൻ്റെ വീഡിയോ നമുക്ക് കാണാം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് PR പണി ചെയ്യണതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ഉപജീവന മാർഗമാണ് ഈ സമയത്ത് PR പണി ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ PR പണി ചെയ്യുമ്പോൾ ആ വാങ്ങണ കാശിനുള്ള ജോലി ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വീടിന്റെ ഫോട്ടോയൊക്കെ കൊടുക്കും, ഇത് ആരെ വീടാണെന്നെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അതുമല്ല അതിന്റെ ക്യാപ്ഷൻ അതിദരിദ്രരില്ലാത്ത നാടായി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് എന്റെ ഈ കാണുന്ന വീടാണ്. ഇത് 10 വർഷം ഇവിടെ ഭരിച്ച MLAയുടെ ഇത്ര നാളത്തെ വികസന പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറക്കി. എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് അതേ എന്നെ ഇനി എയറിലോട്ട് കയറ്റി വിടാനുള്ള പരിപാടിയാണ്. എന്താണെന്ന് എനിക്ക് അറിയാം. എന്തായാലും ഈ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് നേര് മാത്രം. ഈ നേര് മാത്രം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കള്ളത്തരവും എന്ന് വെച്ചാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായി എന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അതിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിൽ കൊടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഓർക്കുക, കേരളം ശ്രമിച്ചത് അതിദാരിദ്ര്യമില്ലാത്ത നാടായി മാറാനാണ്. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അതിദാരിദ്ര്യമൊന്നും എന്തായാലും ഒരു 25 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു. എന്റെ വീട്ടിലൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. പട്ടിണിയും പരിവട്ടൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു 4 കീറ് പോലെയുള്ള ഒരു വീടൊക്കെ ആയിരുന്നു പണ്ട്. മണ്ണ് കെട്ട വീടൊക്കെ ആയിരുന്നു. ഭയങ്കര ദാരിദ്ര്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് ഒരു 10-30 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ MLA എനിക്ക് വീട് വെച്ച് പറഞ്ഞൊരു കള്ളം പറഞ്ഞു. എന്നിട്ട് എന്റെ വീടിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ആരും ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട MLA ആയാലും PR പണി ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇനി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ആ എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ആരെ വീടാണെന്നെങ്കിലും ഒന്ന് ചെകഞ്ഞ് ചിന്തിച്ചാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഇത്രയും കുഴപ്പമില്ലാതെ ജീവിച്ചു പോണ ഞാനാണ് അതിദാരിദ്രനായിട്ട് എന്റെ നാട്ടിലെ MLA തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് പ്രിയ MLA. നിങ്ങൾ എന്നെ അതിദാരിദ്രനായിട്ട് കണക്കാക്കിയതിന് നിങ്ങളെ പാർട്ടിക്കാർ എന്നെ വേണ്ടുവോളം സഹായിച്ചു. എനിക്ക് ഇത്ര റിച്ചിലോട്ട് ഇപ്പൊ എന്നെ വളർത്തിയെടുത്ത എന്റെ പ്രിയപ്പെട്ട MLA എന്റെ
സർക്കാരിന് ഒരു വോട്ട് ഞാൻ ഉറപ്പായിട്ട് തന്നിരിക്കും. എന്നാൽ എന്റെ ഒരു സംശയമാണ്, എന്റെ പൊന്ന് പ്രിയ ടീമുകളെ, നിങ്ങൾ എങ്ങനെ എന്റെ വീട് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ വന്ന് കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് വലുതായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്? ഇത് ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും MLA എനിക്ക് ഫ്രീ ആയിട്ട് തന്ന വീടാണ്. സത്യമായിട്ട് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ച വീടാണ്. EMS പദ്ധതിയിലാണ് ആദ്യമായിട്ട് എനിക്ക് വീട് കിട്ടുന്നത്. ആ കാണുന്ന വീടാണ് ആ കാണുന്ന ആ 2 നില വീട്. കുറേശ്ശെ പണിയത് 75,000 രൂപയാണ് എനിക്ക് അന്ന് കിട്ടിയത്. പിന്നെ അന്ന് കിട്ടിയത് വലിയ സന്തോഷമാണ്. കാരണം അതുകൊണ്ട് ഇന്ന് അതുപോലെ എനിക്കൊരു വീട് സെറ്റ് ചെയ്യാൻ പറ്റും. 8-9 വർഷമായിട്ടുണ്ടാവും ഞാൻ 2 നില ആക്കിയിട്ട് തന്നെ. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ 10 ലക്ഷം രൂപ ഇതിനൊരു ലോൺ പ്രിയപ്പെട്ട MLA ഇവിടുത്തെ പാർട്ടിക്കാരും PR ഏജൻസികളും കൂടെ ചേർന്ന് ഒരു പിരിവെടുത്ത് 10 ലക്ഷം രൂപ വന്ന് എന്നെ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണമെന്ന് മാത്രം എനിക്ക് നിങ്ങളുടെ പറയാം. എന്തായാലും ഇലക്ഷനൊക്കെ അല്ലേ, ഇതല്ല ഇതിന്റെ അപ്പുറം നമ്മൾ ചാടിക്കിടക്കുക, കക്കുക, മുക്കുക, നക്കുക. അത് മാത്രമല്ല, വല്ലപ്പോഴും ഇതുവഴിയൊക്കെ പോകുമ്പോ ഇത് ആരെ വീടാണെന്നെങ്കിലും ഒന്ന് ചോദിച്ച് ഒരു ഹായ് പറഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും. ഇത് എല്ലാ ജനപ്രതിനിധികളും കൂടെയാണ്. കാരണം നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളെ PR ഏജൻസി ചെയ്തു വെക്കുന്നത്. കാരണം നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഈ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് പാണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ മാത്രം കടമ, നേര് മാത്രം എന്നാണ് ഈ ബുക്കിന്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ 10 വർഷം കൊണ്ടുണ്ടാക്കിയ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിദാരിദ്ര്യം ഇല്ലാത്ത വീടെന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നത് എന്റെ ഈ ബാക്കി കാണുന്ന MLA-യോടും PR ഏജൻസികളോടും ഒക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് എന്റെ സ്വന്തം വീടാണ്. ഈ വീട് എന്റെ അനിയന്റേതും അത് എന്റെ സ്വന്തം വീടാണ്. എന്റെ അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീടിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നാണ് കിട്ടിയത്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മെമ്പറാണ് ഇത് തന്നത്. പിന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ്. ഒരു 5 വർഷം മുമ്പേ അതൊക്കെ നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞതാണ്. എനിക്ക് ഓടി ഒരു പ്രീമിയം കാർ എടുത്തിട്ട് തന്നെ ഏതാണ്ട് 2-2.5 വർഷം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഒരേ സമയം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ വലിയ കള്ളനാണ്, ഇതേ സമയം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ അതിദാരിദ്ര്യം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്ന വലിയ കാര്യമായി. പിന്നെ 10 ലക്ഷം രൂപ ലോൺ ബാധ്യതയുണ്ട്. അത് എല്ലാവരും കൂടെ ഒന്ന് പിരിവെടുത്ത് സഹായിച്ച വലിയ സന്തോഷം. അതുപോലെ തന്നെ ഈ PR പണിയെടുത്ത് ഒരുപാട് പേര് MLA വിളിപ്പിച്ച സമയത്ത് എന്നെയും കൂടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും വിളിപ്പിക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ ഷാലുവിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഈ ചങ്ങായി ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് പൊട്ടും. കാരണം അയാളുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ആ രീതിക്കാണ്. IB സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ MLA, ഓക്കെ, ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വ്യക്തി, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ചെങ്ങായി ഇയാളുടെ എന്താ പറയുക നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക്ലെറ്റ് അടിച്ചിറക്കിയിട്ടുള്ളത്. ഷാലുവിൻ്റെ വീട് ഓബിയസ്ലി ഷാലു ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് പുറമെ 10 ലക്ഷം രൂപ ലോൺ എടുത്ത പൈസയ്ക്കാണ് വീടിൻ്റെ പണി തീർത്തത്. 4 ലക്ഷം രൂപയുണ്ട് ആ വീടിൻ്റെ പണി തീരില്ല. ഞാൻ ഈ അച്ചായനെതിരെ പറഞ്ഞ സമയത്തും പലരും എൻ്റെ കമൻറ്റ് ബോക്സിനടിയിൽ വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, സായി കോമൺ സെൻസിലൊന്നും ചിന്തിക്കും 4 ലക്ഷം കൊണ്ട് വീടിൻ്റെ പണി തീരും. അപ്പോൾ ഈ അച്ചായനെ പോലുള്ളവരും സ്വർണം വിറ്റിട്ടും വണ്ടി വിറ്റിട്ടും ലോൺ എടുത്തിട്ടും എക്സ്ട്രാ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടായിരിക്കും എല്ലാവരും ഈ വീട് പണി തീർക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ അതാരും മാറ്റി പറയില്ലല്ലോ, ഉറപ്പല്ല. ഇനി ചില കമ്മികൾ മാറ്റി പറഞ്ഞാൽ മാറ്റി പറയുമായിരിക്കും, അല്ലാത്ത സാധാരണ നാട്ടുകാരെന്തായാലും ഇത് മാറ്റി പറയാൻ പോകുന്നില്ല. അപ്പം ലൈഫ് മിഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സർക്കാരിൻ്റെ നേട്ടം എന്ന് പറയുമ്പോൾ ഒരാളെ കൊതിപ്പിച്ച് കടന്നു കളയലാണ്. ഓക്കെ, ഭവനമില്ലാത്തൊരു വ്യക്തിക്ക്, അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ അതിദാരിദ്ര്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, കിടപ്പാടമില്ലാത്തൊരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് വെറും ഒരു 4 ലക്ഷം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീരുമോ? ഇനി അറിയാൻ പാടില്ല എൻ്റെ വയ്ക്ക്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ റെയർ ഓഫ് ദ റെയറസ്റ്റ് ആയിരിക്കും ഈ 4 ലക്ഷത്തിനൊക്കെ പണി തീർന്ന വീട്. ഓക്കെ, ഇനിയിപ്പോൾ 4 ലക്ഷത്തിനൊരു വീട് പണി തീർക്കാമെന്നാണെന്നുണ്ടെങ്കിൽ വയനാട് എന്തിന് 20 ലക്ഷമൊക്കെ ചിലവാക്കി ഈ 4-5 ലക്ഷത്തിന് വീടുണ്ടാക്കിയാൽ പോലെ എന്നുള്ള ചോദ്യം പിന്നെ നാട്ടുകാരിൽ നിന്ന് ചോദിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തും. അപ്പം 4 ലക്ഷത്തിന് തീരൂല ഒരു വീട്. ഓക്കെ, അവിടെയാണ് ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ സ്കീം ഇരിക്കുന്നത്. ഞാൻ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ അച്ചായൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നടത്തിയൊരു റഫായിട്ടുള്ളൊരു റിസർച്ച് ഉണ്ട്. അതിന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയുമോ? മോസ്റ്റ് മെജോറിറ്റി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീട് ലഭിച്ചവരും 4 ലക്ഷം കൊണ്ടല്ല വീട് പണി തീർത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അവർ കടം വാങ്ങിയും അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും വിറ്റ് പെറുക്കിയും അല്ലെങ്കിൽ ഏതെങ്കിലും നന്മ മരത്തിൻ്റെ മുന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി ട്രസ്റ്റിൻ്റെ മുന്നിൽ പോയിട്ടോ കൈ നീട്ടിയിട്ടോ ഒക്കെയാണ് അവർ വീട് പണി തീർത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത് അവരുടെ കയ്യിൽ 4 ലക്ഷം കിട്ടും, സ്ഥലവും കിട്ടിയിട്ട് ഇത് വീട് പണി ഫുള്ളും ആവില്ല. എന്നിട്ടൊരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒന്നുമില്ലാത്തവൻ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കും. ഇതല്ലല്ലോ. ഒന്നുമില്ലാത്തവൻ്റെ അടുത്ത് പോയിട്ട് 4 ലക്ഷവും കൊടുത്ത് ഒരു സ്ട്രക്ചർ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ അതിന്മേക്ക് പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർത്തോണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ പല സ്ഥലങ്ങളിലും
വൻ രീതിയിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. ഇത് ഈ വോട്ട് കിട്ടാനുള്ള ഡീലല്ല. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചില നന്മ മരങ്ങൾ, ഈ അച്ചായനെ പോലുള്ളവർ പാർട്ടി അറിഞ്ഞുകൊണ്ട് ഒരു ഡീലുണ്ട്. അതായത് ഈ ലിസ്റ്റ് എടുക്കും പഞ്ചായത്തിൽ നിന്ന്, ഏതൊക്കെ വീടുകളുടെ പണിയാണ് പകുതി വഴിക്ക് നിൽക്കുന്നത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട്. അവിടെ ചെല്ലുന്നു, നന്മ മരങ്ങൾ പൈസ കൂടുതലായിട്ട് ചിലവാക്കുന്നു, അവർക്ക് അവരുടെ ക്രെഡിറ്റ് അടിച്ച് മാറ്റലും അവരുടെ ഫ്ലക്സ് വയ്ക്കലും അവരുടെ വീഡിയോ ഇടലും അവരുടെ പരിപാടികളൊക്കെ തീർത്ത് അവർ വീട് കംപ്ലീറ്റ് ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നു. അവർക്ക് ആവശ്യമുള്ള പ്രൊമോഷനൊക്കെ അവർ അതിൽ നിന്ന് എടുക്കുന്നു. ഒരു സമയം കഴിഞ്ഞ് ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇത് സർക്കാരിൻ്റെ നേട്ടമായിട്ട് സർക്കാർ ഒരു ടീമിനെ അയക്കുന്നു. ഈ വീടുകളിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് ഇത് സർക്കാരിൻ്റെ നേട്ടം എന്നുള്ളത് ആ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് ഇവർ പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് കാണാം, എത്രയോ ലക്ഷം വീട് വെച്ചു കൊടുത്തു ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് അവർ ചേർത്തു, ഇത് എഴുതി ചേർത്തു. അവിടെയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഈ ഷാലു, ഇത് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഷാലുവിൻ്റെ കാര്യം. MLAൻ്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ഷാലുവിൻ്റെ വീട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരി, 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, ഓക്കെ, കോൺഗ്രസ് ആണ്, ഏതോ കോൺഗ്രസിൻ്റെ പഞ്ചായത്തിൻ്റെ ആളാണ് കൊടുത്തത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ആ സമയത്താണ് കിട്ടിയെന്നാണ് ഷാലു പറയുന്നത്. ഇനി വോട്ടെവർ, MLA അവിടെ ഈ ചങ്ങായി ആയിട്ടിരിക്കുമ്പോൾ 4 ലക്ഷം രൂപ ഷാലുവിന് കിട്ടി. അത് 4 ലക്ഷം രൂപയ്ക്ക് തീർത്ത വീടല്ല, 10 ലക്ഷത്തിലാണെന്ന് ഷാലു പറയുന്നുണ്ട്. സ്റ്റിൽ അതിൻ്റെ EMIയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലോണിലുമാണ് വീട്. നേട്ടങ്ങളുടെ പട്ടികയിൽ എങ്ങനെ വരും മാഷേ? അതെങ്ങനെ വരും? അങ്ങനെ നേട്ടങ്ങളുടെ പട്ടികയിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പാടുമോ? ഈ അച്ചായനെ പോലുള്ളവർ. ഈ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി നാട്ടുകാർ പൊട്ടന്മാരാവാൻ നിന്ന് കൊടുക്കുന്നതാണോ? ഇനി ഇതിൻ്റെ ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഷാലു ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു, ഓക്കെ, ഞാൻ 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതും പ്ലസ് ഞാൻ എന്ത് ചെയ്തു, 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുമാണ് വീട് തീർത്തത്. അവിടെ ഈ കമ്മികൾക്ക് പൊട്ടി. ഒരു കമ്മി ഹാൻഡിലിൽ വന്ന വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിലെ MLA ആയ IB സതീശന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഈ നേര് മാത്രം. ഇതിലെ ലൈഫ് മിഷനിലെ വീടിനെ പറ്റിയുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇന്ന് നമ്മുടെ ഷാലു പേയാട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ എന്റെ ഒരു സംശയമാണ്, എന്റെ പൊന്നു PR ടീമുകളെ, നിങ്ങൾ എങ്ങനെ എന്റെ വീടിനെ കൃത്യമായിട്ട് നിങ്ങൾ വന്ന് കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് വലുതായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും MLA എനിക്ക് ഫ്രീ ആയിട്ട് വന്ന വീടാണ്. സത്യമായിട്ട് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ച വീടാണ്. അതിന്റെ സത്യാവസ്ഥ നമ്മുടെ ഷാലു പേയാടിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞാൻ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുതുവീട്ട് മേലെ 7ാം വാർഡിലെ വാർഡ് മെമ്പറാണ് ലിൻസി. അപ്പോ എന്റെ വാർഡിൽ തന്നെ വാർഡ് അംഗമായിട്ടുള്ള ഒരാളാണ് ഈ ഷാലു പേയാട്. എന്നിട്ട് നമ്മുടെ ലൈഫിന്റെ ഇതിൽ തന്നെയാണ് ആ വീട് കിട്ടിയത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 116ാമത് പേര് വന്നിട്ടുള്ള സുഗുണ ജെ. എന്റെ പേര് സൂണ. 2025 ഈ വീട് കിട്ടിയത്. പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഒരു ഭവനം വേണമെന്ന് ആവശ്യപ്പെട്ടു, അതിന് പ്രകാരം ലഭിച്ചത്. സുഗുണ എന്ന് പറയുന്നത് ഷാലു പേയാടിന്റെ അമ്മയാണ്. അപ്പൊ സുഗുണ എന്ന് പറയുന്ന ആന്റിക്കാ ഈ വീട് കിട്ടിയത്. ഇപ്പോ ആ ലൈഫിന് ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ വീട്ടിൽ ഇപ്പോ താമസിക്കുന്നത് ഈ ആന്റിയും ആന്റിയുടെ ഇളയ മകനും കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണ്. ഇത് ലൈഫിൽ നിന്ന് തന്നെയാണ് ഈ വീട് കിട്ടിയത്. അതായത് 2020-25 വർഷത്തിലെ ലിസ്റ്റിൻ പ്രകാരം, ലൈഫിന്റെ ലിസ്റ്റിൻ പ്രകാരം 116ാമത് അംഗമായിരുന്നു ഈ സുഗുണ ജെ എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ടടുത്താണ് ഈ ഷാലു പേയാട് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. ഈ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ 10 ലക്ഷം രൂപ ഇതിനൊരു ലോൺ പ്രിയപ്പെട്ട MLA ഇവിടുത്തെ പാർട്ടിക്കാരും PR ഏജൻസികളും കൂടെ ചേർന്ന് ഒരു പിരിവെടുത്ത് 10 ലക്ഷം രൂപ വന്ന് സർക്കാരിനോട് അതിനുള്ള നന്ദിയും കടപ്പാടും അറിയും. MLA വളരെയേറെ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒരു മനുഷ്യൻ എന്താ വിചാരിക്കുക? ഷാലു പയ്യാടിനെതിരെ ഷാലു പയ്യാടിൻ്റെ അമ്മ വന്നിരുന്ന് പറയുന്നു, അതായത് 10 ലക്ഷം രൂപ ലോൺ എടുത്തതൊന്നുമല്ല, ഇത് ലൈഫിൻ്റെ ഭാഗമായിട്ട് കിട്ടി, MLA സഹായിച്ച വീടാണ്. എടാ, ഈ രീതിയിലുള്ള PR വർക്കുകളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻസോ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, കാണുന്ന ജനങ്ങളിൽ ഒരു 75% ആൾക്കാരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മജീഷ്യനെ പോലെ കൺകെട്ട് വിദ്യയിലൂടെ അവരെ പറ്റിക്കാം. കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവരും അല്ലെങ്കിൽ ഇതിൽ ഡീപ്പായിട്ട് ചിന്തിച്ച് ഇതിലെ കാര്യങ്ങൾ എടുക്കുന്നവർക്കും ഇത് ഈസിയായി പൊട്ടിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഷാലു പയ്യാടിൻ്റെ വീഡിയോനകത്ത് വളരെ വ്യക്തമായിട്ട് ഷാലു പയ്യാട് ഒരു പോർഷൻ്റെ അകത്തുനിന്ന് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതിന് കൂട്ടിയിട്ട്, ഓക്കെ, 4 ലക്ഷം കിട്ടി,
അത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. പഞ്ചായത്തിന് 4 ലക്ഷം അല്ലാതെ വെറുതെ ഒരാൾക്ക് എടുത്ത് കൊടുക്കൂല. അതുകൊണ്ട് അങ്ങനെ കിട്ടിയ 4 ലക്ഷം പ്ലസ് 10 ലക്ഷം രൂപ ലോൺ എടുത്ത പൈസ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഷാലു പയ്യാട് പറയുന്നുണ്ട്. ഈ വീടിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നാണ് കിട്ടിയത്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മെമ്പറാണ് ഇത് തന്നത്. പിന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ്. ഒരു 5 വർഷം മുമ്പേ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. കേട്ടല്ലോ, 4 ലക്ഷത്തിൻ്റെ കണക്ക് പഞ്ചായത്തിന് കിട്ടിയതാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. അത് വെക്കാതെ 10 ലക്ഷം ലോൺ എടുത്തിട്ട് അയാൾ വെച്ച വീട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ സാധനം മാറ്റി. പിന്നെ ഇങ്ങനെയുള്ള അമ്മയുടെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ വെച്ചു. ഈ അമ്മയുടെ വീഡിയോ ക്ലിപ്പ് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക? നേരത്തെ പറഞ്ഞ പോലെ മകൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അതിനിടയിൽ ആ മെമ്പർ വന്ന് പറഞ്ഞു അയാൾ അപ്പുറത്ത് കുടുംബമായിട്ട് വേറെ താമസിക്കുകയാണ്, ഈ വീട്ടിൽ അമ്മയും അമ്മയുടെ അനിയനോ താമസിക്കുന്നത്, അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു പുകമറ നിങ്ങൾ സൃഷ്ടിച്ചു. ഗുഡ് സ്ക്രിപ്റ്റ്, വെൽ ഡൺ. പക്ഷെ ഇതിലൊരു വിഷയമുണ്ട്. ഈ IB സതീഷിൻ്റെ അക്കൗണ്ടിനകത്ത് ഒരു 12 ആഴ്ചകൾക്ക് മുമ്പ്, ഏറെക്കുറെ ഒരു 3 മാസം അടുപ്പിച്ചായി, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിളപ്പിൽ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ആദ്യം ഇനീഷ്യലി ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യാം. ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് ഷാലു പയ്യാടിൻ്റെ അമ്മയല്ലേ? അല്ലേ? ഷാലു പയ്യാടിൻ്റെ അമ്മയാണ്. ഷാലു പയ്യാടിൻ്റെ അമ്മ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന സീനാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട്. ആ അമ്മ ഇട്ടിരിക്കുന്ന ആ മാക്സി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കളറും ഇവർ ഈ ഷാലു പയ്യാടിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അമ്മ പറയുന്നു, MLAക്ക് നന്ദി പറയുന്നു, സർക്കാരിന് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ എടുത്ത വീഡിയോയിലുള്ള മാക്സിയും സെയിമാണ്. ഓക്കെ, അതേ തോർത്ത്, അതേ മാക്സി. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ ദിവസം ഈ 12 ആഴ്ചകൾക്ക് മുമ്പ്, ഏറെക്കുറെ 3 മാസം അടുപ്പിച്ച് മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, ഈ മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ, ആ വീഡിയോയിൽ ആ അമ്മേനെ കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൻ്റെ കാര്യം പറയിപ്പിച്ചോ? എനിക്കറിയാൻ പാടില്ല അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ MLAൻ്റെ കാര്യം പറയിപ്പിച്ചു, സർക്കാരിൻ്റെ കാര്യം പറയിപ്പിച്ചു. ഇത് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ കാരണം എന്താ പറയുക, എൻ്റെ വ്യൂവേഴ്സിനും പെട്ടെന്ന് കണക്റ്റ് ആവും. ഈ അച്ചായൻ സ്വർണത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ആദ്യം ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എവിടുന്ന, രജനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആങ്കർ അങ്ങേര് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകൾ സന്ദർശിച്ചിട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് സർക്കാർ നിന്ന് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി കാലുകൊണ്ട് വയ്യാത്തൊരു ചേട്ടൻ്റെ വീട്ടിൽ പോയി വീഡിയോ എടുത്തു. അവരിത് ലൈഫ് മിഷൻ്റെ വീടാണ് എന്നും പഞ്ചായത്തിൻ്റെ കാര്യവും പറഞ്ഞ് അച്ചായൻ്റെ കാര്യമേ മിണ്ടാതെ അവർ ആ വീഡിയോയിൽ രജനീഷിന് അങ്ങനത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കൊടുത്തു. രജനീഷ് അത് അതേപോലെ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഒരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ അച്ചായൻ നന്മമരം വന്ന്, അല്ല ഇത് എൻ്റെ വീട്, ഞാൻ പണിത് കൊടുത്ത വീട്, എൻ്റെ 49, 47ാമത്തെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വേറെ. അവിടെയാണ് ഞാൻ ആ സാധനം പൊക്കിയത്. അത് നടന്നത് ഏറെക്കുറെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ടൈം ഫ്രെയിമിൽ കൃത്യമായിട്ട് കേരളത്തിൽ ലൈഫ് മിഷൻ, അതായത് ഈ പറഞ്ഞ ഇലക്ഷന് മുമ്പായി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് പൂർത്തീകരിച്ച് അതിൽ താമസമുള്ള ആളുകളെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു PR പ്രൊജക്റ്റ് നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോസും നിങ്ങൾ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ഭാഗമായിട്ട് 2-3 മാസം മുമ്പാണ് ഈ അമ്മേനെ കൊണ്ട് ഈ വീഡിയോ എടുപ്പിച്ചത്. ആ വീഡിയോനകത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ അച്ചായം പോയി ആ കാലുകൊണ്ട് വയ്യാത്ത ചേട്ടൻ്റെ അടുത്ത് രണ്ടാമതിൻ്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞ് വീഡിയോ ഇട്ടത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ആ കാറിലിരിക്കുന്നവൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതിൽ ആ കാലുകൊണ്ട് വയ്യാത്ത അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഞങ്ങൾ പറഞ്ഞത് അവർ വെട്ടിക്കളഞ്ഞതാണ്. ഏത്? ഞങ്ങൾ മോൻ്റെ കാര്യം പറഞ്ഞത് അവർ വെട്ടിക്കളഞ്ഞതാണ്. സെയിം അവസ്ഥയാണ് ഇവിടെ. അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇതും ശരിയാണെന്നുള്ളത് നിങ്ങൾ കൂട്ടണം. എൻ്റെ അറിവിൽ രജനീഷ് എന്നോട് ചോദിച്ചപ്പോൾ അവർ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല, അച്ചായൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർക്കാരിൻ്റെ കേസും മറ്റേ പഞ്ചായത്തിൻ്റെ കേസുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ഞാൻ ഷാലു പയ്യാടിനോട് ചോദിച്ച സമയത്ത് ഷാലു പയ്യാട് പറയുന്നത് അമ്മ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർ വെച്ചിട്ടില്ല. അവർ MLAനെ കുറിച്ച് പറയണമെന്നും പറഞ്ഞു,
സർക്കാർ തന്ന വീടാണെന്നും പറയണമെന്ന് പറഞ്ഞു. ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു പഠിപ്പിച്ച് ആ അമ്മേനെ കൊണ്ട് അത് പറയിപ്പിച്ച് അമ്മ നിന്ന് അത് പറഞ്ഞു 3 മാസം മുമ്പ്. ആ സാധനം ഇപ്പോൾ ഷാലു പയ്യാട് ഒരു വീഡിയോ ഇട്ടപ്പോൾ മകനെതിരെ അമ്മ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഈ സാധനം എടുത്ത് വെട്ടി വെക്കുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും? ഇതിപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഷാലു പയ്യാട് പറഞ്ഞപ്പോൾ അമ്മ അതിനെതിരെ സർക്കാരിൻ്റെ കൂടെ MLAക്ക് കൂടെ എന്ന് പറഞ്ഞിട്ട്. എടേ നിങ്ങളൊരു കാര്യം മനസ്സിലായി, ക്രെഡിറ്റ് അടിച്ച് മാറ്റിക്കോ, ഒരു വിഷയമല്ല. പക്ഷേ ആ ക്രെഡിറ്റ് അടിച്ച് മാറ്റുമ്പോൾ അതിനൊരു മാന്യത വേണം. എഗെയിൻ ഞാൻ പറയുന്നു, ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതേപോലെ നന്മ മരങ്ങൾ സഹായിച്ചിട്ടോ, നാട്ടുകാർ ലോൺ എടുത്തിട്ടോ, പണ്ടം പണയം വെച്ചോ, അല്ലെങ്കിൽ കടം മേടിച്ചോ പണി തീർക്കുന്ന വീടുകൾ, അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗവൺമെൻറ്റിനാണോ അതോ ഇതേപോലെ സഹായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ വീട് വെച്ചവർക്ക് അവർക്കാണോ? ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി മാൻ. ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, എമ്മാതിരി രീതിയിലുള്ള മാനിപ്പുലേഷൻ നടന്നത് നിങ്ങൾ നോക്ക്. ഷാലു പയ്യാട് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതവർ വെച്ചില്ല. നൈസായിട്ട് അവർ ഷാലുവിൻ്റെ അമ്മേനെ ഒരു 3 മാസം മുമ്പ് എടുത്ത വീഡിയോ കൊടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അതിനകത്ത് MLA പൊക്കി പറയുന്നു, സർക്കാരിനെ പൊക്കി പറയുന്നു. അത് ക്ലോസ് ചെയ്ത് വിട്ട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ്. 4 ലക്ഷം എന്ന് പറഞ്ഞത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വീടായതുകൊണ്ട് തന്നെ 4 ലക്ഷം അയാൾ പറഞ്ഞത്. അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് 10 ലക്ഷം ലോൺ എടുത്തു എന്നുള്ളത് മാത്രമാക്കി. എടാ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഇതിനകത്ത് ഈ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഇമാർ ചെയ്തു കൂട്ടുന്നുണ്ട്. ഓക്കെ, സീരിയസ്ലി ഇത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എഗെയിൻ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഈ വെച്ചു കൊടുത്ത ലക്ഷക്കണക്കിന് വീടുകൾ ഈ 4 ലക്ഷത്തിൽ തീർന്ന വീടുകളാണോ? അല്ലല്ലോ. ഇതൊക്കെ ഇവരുടേതായുള്ള വഴികൾ കണ്ടുപിടിച്ച് തീർക്കുന്നതാണ്. ഇനി ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ കൊടുക്കുന്ന ഫണ്ടിൽ തന്നെ എത്രയോ ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൂടി ചേർത്തിട്ടാണ് എന്നുള്ള രീതിയിലുള്ള സംഗതികളൊക്കെ ഒരു സൈഡിൽ എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അതൊക്കെ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടു, ദ കേരള ലൈഫ് മിഷൻ പ്രോജക്ട് ടിപ്പിക്കലി പ്രൊവൈഡ്സ് 4 lakh per house with a central government contribution of 72,000 for rural, okay, and 1.5 lakh for urban beneficiaries. The state and the local bodies fund the remaining amount, okay, roughly 88% of the total project cost. അപ്പോൾ സർക്കാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ PMAYG ഫണ്ട്, ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഫണ്ടാന്ന് തോന്നുന്നു. അതിൽ നിന്നൊക്കെ ഒരു പോർഷൻ ഇതിലേക്ക് പോകുന്നുണ്ട്. റൂറലിൽ ഇത്ര, അർബനിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ 4 ലക്ഷം എന്നുള്ള സംഗതി. ആ 4 ലക്ഷത്തിൽ ഒരു ഭാഗമായിട്ട് ഇതും കിടക്കുന്നുണ്ട്. പുറമെ ഈ 4 ലക്ഷം കൊണ്ട് തീരാത്ത വീടിൻ്റെ പണി നാട്ടുകാർ കടം വാങ്ങി ഇതുപോലെ ഇതിന് നന്മവരെ സഹായിച്ചും അങ്ങനെ വെച്ച് തീർക്കുന്ന വീട്. അതിൽ തന്നെ ഏറ്റവും നല്ല കാണാൻ വൃത്തിയുള്ളൊരു വീട് നോക്കിയിട്ട് ഫ്ലക്സും അടിച്ച് കയറ്റി പ്രമോഷനും ആക്കി ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾ കൊടുത്ത വീടാന്നും പറഞ്ഞ് പബ്ലിസിറ്റിയും കൊടുത്ത്. എടാ ഇതിനൊരു മര്യാദ വേണ്ടേ? സീരിയസ്ലി ഞാൻ ചോദിക്കുമ്പോൾ ഒരു മര്യാദ വേണം, മനസ്സിലായോ? പിന്നെ ഇതേപോലെ ഡീലുകൾ കുറച്ച് നന്മ മരങ്ങളും കുറച്ച് ചാരിറ്റി ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇതെങ്ങനെ പണി തരും? ഇത് ഇവരുടെ ക്ലിയർ പ്ലാനാണ്, മനസ്സിലായില്ലേ? പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നുണ്ട് എൻഡ് ഓഫ് ദ ഡേ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അവർ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ ഷാലു പയ്യാടിനെതിരെ നടന്നത് ചൂഷണമാണ്. അയാൾ സ്റ്റിൽ EMI അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് 10 ലക്ഷത്തിന്. അങ്ങനെയാണ് ആ വീടിൻ്റെ പണി തീർത്തത്. അല്ല, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MLA അതിന് EMI അടയ്ക്കുള്ള പൈസ കൊടുക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കേണ്ട പൈസ EMIക്ക്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടിൻ്റെ മറ്റേ പണി തീർത്തിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊണ്ടുപോകാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉളുപ്പ് വേണമെന്ന് ഞാൻ വീണ്ടും പറയും. ഇതിങ്ങനെ പറയാം, ഇതൊരു സഹായമാണ്, ഫുള്ളായിട്ട് തീരാൻ പറ്റില്ല. വീട് ഫുള്ളായിട്ട് കൊടുത്തത് ഗവൺമെൻറ് അല്ല, അത് അവരും പൈസ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം അങ്ങനെ പോകണം. പിന്നെ ഈ പറഞ്ഞ ഡീലുകൾ എഗെയിൻ ഞാൻ പറയുന്നു, ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഏറ്റെടുത്തോ. നിങ്ങൾ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്ക്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വഴിമുട്ടി നിൽക്കുന്ന വീടുകളുടെ എണ്ണം അത്ര, കംപ്ലീറ്റ് ചെയ്ത വീടുകളിൽ ഈ 4 ലക്ഷം കൊണ്ടാണോ കംപ്ലീറ്റ് ചെയ്തത്, അതോ അവർ വേറെ ഫണ്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയതാണോ ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഈ പറഞ്ഞ ഈ വലിയൊരു സ്കാം പരിപാടി ഇവർ കാണിക്കുന്ന ഈ ഞങ്ങളുടെ നേട്ടം പരിപാടി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും.
ആൻഡ് എഗെയിൻ സ്വർണ്ണ വച്ചായൻ സംഗതി ഒരു സൈഡിൽ ഇപ്പോഴും അയാൾ നല്ല ചാരിറ്റിയും സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്നില്ല. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയും. ചെയ്തോ പൊയ്ക്കോ, ആർക്കൊക്കെ ജോലി കൊടുക്കുന്നതൊക്കെ കണ്ടു. അതിലൊന്നും ഞാനൊരു ഓഡിറ്റും വെക്കാൻ വരുന്നില്ല. ബട്ട് സ്റ്റിൽ വെച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന വീടുകളിൽ ലൈഫിൻ്റെ വീട് എത്ര, താൻ ഒറ്റയ്ക്ക് വെച്ച് കൊടുത്ത വീട് എത്ര? ക്രെഡിറ്റ് അടിച്ച് മാറ്റുമ്പോൾ ആ ചോദ്യം വരുമല്ലോ. ഇതിപ്പോൾ സർക്കാരിനോട് എനിക്ക് ഈ ക്രെഡിറ്റ് അടിച്ച് മാറ്റിക്കൊണ്ടാണ് ഈ MLAയുടെ സർക്കാരിനോട് ഈ ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വന്നത്. ഷാലുവിൻ്റെ വീടിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് ആർക്കാ? 10 ലക്ഷം ലോൺ എടുത്ത ഷാലുവിനാണോ 4 ലക്ഷം കൊടുത്ത സർക്കാരിനാണോ? ഇത് ക്രെഡിറ്റ് ആർക്കാന്ന് പറഞ്ഞിട്ട് മതി MLA PR അടിച്ച് വെളുപ്പിക്കുന്ന ടീംസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.